ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കൃപയിൽ ദഹിച്ച പ്രാരബ്ധം. ദേവദയാൽ ഗുപ്ത. അദ്ദേഹം ഉത്തർപ്രദേശിലെ മീററ്റിൽ താമസിക്കുന്നു. ബിസിനസ്സുകാരനാണ്. 1971 അദ്ദേഹത്തിന് ശരീരക്ഷീണം വലുതായി. ഡോക്ടറെ കണ്ടു. പരിശോധനാ ഫലം ഞെട്ടിച്ചു. ശ്വാസകോശത്തിൽ ക്യാൻസർ. അക്കാലത്ത് ക്യാൻസറിന് ചികിത്സ വളരെ കുറവാണ്. ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ മട്ടിലായി. ശസ്ത്രക്രിയ മാത്രമേ വഴിയുള്ളൂ. അതാകട്ടെ സങ്കീർണവും വിജയസാധ്യത കുറവും. എങ്കിലും ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചു. ഗുരുതരമായ ഈ രോഗത്തിൽ നിന്നും താൻ രക്ഷപ്പെടില്ലെന്ന് ഗുപ്തയ്ക്ക് തോന്നി. മനസ്സ് തളർന്നു. ക്ഷീണിച്ചു ഉറങ്ങുമ്പോൾ കർണമധുരമായ ഒരു ശബ്ദം കേട്ടു. ഓപ്പറേഷൻ ചെയ്യരുത്, രാധേശ്യാമിനെ കാണൂ. ഗുപ്ത ഞെട്ടി ഉണർന്നു. ആ വാക്കുകൾ സത്യമെന്ന് തോന്നി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം അനുജന്മാരോട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു ശസ്ത്രക്രിയയോടുള്ള ഭയം കൊണ്ടാണെന്ന്. ഒടുവിൽ അദ്ദേഹം സ്വപ്നത്തിൽ കേട്ട കാര്യം വിശദീകരിച്ചു. ഒരു സ്വപ്നത്തെ വിശ്വസിച്ച് എങ്ങനെ ചികിത്സിക്കാതിരിക്കും? ആരാണ് രാധേശ്യാം? എങ്ങനെ അദ്ദേഹത്തെ കണ്ടുപിടിക്കും? അവർ തിരിച്ചു ചോദിച്ചു. ഒരു സഹോദരൻ പറഞ്ഞു, ടെലിഫോൺ ഡയറക്ടറി പരിശോധിച്ചാലോ? ഒരാൾ ഡയറക്ടറി എടുത്തു കൊണ്ടുവന്നു. തുറന്നു നോക്കി. അതിൽ രാധേശ്യാം എന്ന് 5 പേരുകൾ കണ്ടു. ഇതിൽ ആരെയാണ് വിളിക്കുക എന്നായി അടുത്ത പ്രശ്നം. ഒരാൾ പറഞ്ഞു, കണ്ണടച്ച് ആ പേരുകളിൽ ഒന്ന് തൊടുക, തൊട്ട പേരിൽ വിളിക്കാം. അവർ അങ്ങനെ ചെയ്തു. അപ്പുറത്ത് ഫോൺ എടുത്തയാൾ ഒരു രാധേശ്യാം തന്നെ. അവർ വിവരങ്ങളെല്ലാം മടിച്ചു പറഞ്ഞു. വീട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മറുപടി. നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഞാൻ തന്നെ. ഞാൻ ഉടൻ തന്നെ അവിടെ വരാം. താമസിയാതെ അദ്ദേഹം ഗുപ്തയുടെ വീട്ടിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭഗവാന്റെ ഒരു രീതിയാണ്. അതിനുശേഷം ഭഗവാൻ ബാബയെ കുറിച്ച് രാധേശ്യാം വിശദീകരിച്ചു. പിന്നീട് കുറച്ച് വിഭൂതി നൽകി. പോകാൻ നേരം പറഞ്ഞു, ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ ഭജനയുണ്ട്, ഒന്ന് പങ്കെടുക്കൂ. ഗുപ്തയ്ക്ക് പുനർജന്മം കിട്ടിയ പോലെ തോന്നി. അദ്ദേഹം ഭജനയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 5 മാസമായി രോഗബാധിതനായി മെലിഞ്ഞു ക്ഷീണിച്ച ഗുപ്ത 1 മണിക്കൂറോളം ഭജനയിൽ പങ്കെടുത്തത് കണ്ട് വീട്ടുകാർ അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അവസാന ദിവസമാണ് എന്ന് പോലും അവർ ചിന്തിച്ചു. അതായിരിക്കാം ഉത്സാഹത്തള്ളൽ എന്ന് വരെ അവർ കരുതി. ഭജന കഴിഞ്ഞു. രാധേശ്യാം വിഭൂതി എടുത്ത് ഗുപ്തയുടെ ശരീരത്തിൽ പുരട്ടി. തന്റെ ശരീരം ആസകലം തിരിക്കുന്ന പോലെ അപ്പോൾ ഗുപ്തയ്ക്ക് അനുഭവപ്പെട്ടു. ഭജന കഴിഞ്ഞു. പോകാൻ തുടങ്ങിയവേ ആതിഥേയൻ പറഞ്ഞു, അദ്ദേഹം ഇന്ന് ഇവിടെ നിൽക്കട്ടെ. ഗുപ്ത ഉടൻ തന്നെ സമ്മതിച്ചു. വീട്ടുകാർ എതിർത്തില്ല. ഗുപ്ത അന്ന് രാത്രി വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് അത്രയും ഭക്ഷണം കഴിച്ചത്. ഗുപ്ത സുഖമായി കിടന്നുറങ്ങി. അതും ഏറെക്കാലം കഴിഞ്ഞിട്ടായിരുന്നു. രാവിലെ ഗുപ്ത ഉണർന്നു. തനിക്ക് രോഗശമനം വരുന്നതായി ഗുപ്തയ്ക്ക് മനസ്സിലായി. രാധേശ്യാമിന്റെ വീട്ടിലുള്ള സ്വാമിയുടെ പുസ്തകങ്ങൾ വായിച്ചു. സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ധൈര്യവും വർദ്ധിച്ചു. തന്റെ ജീവിതം അവസാനിക്കാറായില്ല എന്ന് ഗുപ്തയ്ക്ക് മനസ്സിലായി. ചിട്ടയായ നാമജപവും ഭജനയും പടിപടിയായി സമിതിയിലെ പ്രവർത്തനവും ഗുപ്ത ആരംഭിച്ചു. ബാബയാണ് എല്ലാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തനിക്കിനി മറ്റൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബിസിനസ് സഹോദരന്മാരെ ഏൽപ്പിച്ചു. മുഴുവൻ സമയം സായി സേവ തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഗുപ്തയ്ക്ക് പ്രശാന്തി നിലയത്തിൽ പോകുവാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹം അവിടെ എത്തി. ദർശന സമയം ഭഗവാൻ ചോദിച്ചു, ഗുപ്ത, എങ്ങനെയുണ്ട് ആരോഗ്യം? ഭക്തന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഭഗവാൻ അരുളി, നിന്റെ രോഗം എന്റെ മുഷ്ടിക്കുള്ളിലാണിപ്പോൾ. നിന്റെ ഭക്തിയും സേവനവും രോഗത്തെ അകറ്റി നിർത്തിയിരിക്കുന്നു. നല്ല കാര്യങ്ങളിൽ മുഴുകുക. അങ്ങനെയെങ്കിൽ രോഗം നിന്നെ വീണ്ടും അലട്ടുകയില്ല. പിന്നീട് ഗുപ്തയുടെ ജീവിതം സായിമയമായി. സേവനവും ജപവും തീർത്ഥാടനവും ആ ജീവിതം ധന്യമാക്കി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ സ്വാമി അരുളി, ഗുപ്ത, നിന്റെ പ്രാരബ്ധം വീണ്ടും തലപൊക്കുന്നു. താമസിയാതെ നീ അന്ധനാകും. ഇത് കേട്ട് സമീപമുള്ളവർ പ്രാർത്ഥിച്ചു, സ്വാമി, അദ്ദേഹത്തെ രക്ഷിക്കണേ. ഗുപ്തയാകട്ടെ മൗനം പൂണ്ടതേയുള്ളൂ. സ്വാമി പറഞ്ഞു, എനിക്ക് നിന്റെ രോഗം മാറ്റാനാകും. പക്ഷേ ഇനി ഒരു ജന്മത്തിൽ അത് അനുഭവിക്കേണ്ടി വരും. എന്തു പറയുന്നു? മാറ്റണോ? തൊഴുകയോടെ നിറമിഴിയോടെ ഗുപ്ത പറഞ്ഞു, രോഗം മാറ്റേണ്ട സ്വാമി, ഞാൻ അത് അനുഭവിച്ചു കൊള്ളാം. സ്വാമി ഗൗരവത്തിൽ പറഞ്ഞു, നീ കരുതുന്നത് പോലെ ചെറിയ ക്ലേശമായിരിക്കില്ല, ഞാൻ മാറ്റി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, വേണ്ട സ്വാമി, ഈ ജന്മത്തിൽ അങ്ങ് എനിക്ക് കൂട്ടിനുണ്ട്. അടുത്ത ജന്മം എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇത് അനുഭവിച്ചു കൊള്ളാം. എനിക്ക് സ്വാമി തുണയായിട്ടുണ്ടല്ലോ. ഭഗവാൻ തൃക്കരൻ ഗുപ്തയുടെ ശിരസിൽ വെച്ച് പറഞ്ഞു, ശരി,
എന്ത് വിഷമമുണ്ടായാലും നീ ശസ്ത്രക്രിയ ചെയ്യിക്കരുത്. ഗുപ്ത തിരിച്ചുപോയി. കുറച്ചു കാലം കഴിഞ്ഞു. ആദ്യം ഇടതു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, പിന്നീട് വലതു കണ്ണിനും. കുറെ കാലം കഴിഞ്ഞു ഇടതു കണ്ണിന് വേദന അനുഭവപ്പെട്ടു തുടങ്ങി. കണ്ണിൽ നിന്നും കറുത്ത ദ്രാവകം ഒലിച്ചു വരുന്നു. കഠിന വേദന. ഡോക്ടർമാർ ശസ്ത്രക്രിയ വിധിച്ചു. അദ്ദേഹം സമ്മതിച്ചില്ല. വീട്ടുകാർ വിഷമിപ്പിച്ചപ്പോൾ ഗുപ്ത ഭഗവാന് കത്തെഴുതി. സ്വാമി, എന്റെ കർമ്മഫലം ഞാൻ അനുഭവിച്ചു കൊള്ളാം, പക്ഷേ വേദന കുറച്ചു ശമിപ്പിക്കണേ. കത്ത് കിട്ടിയതും ഭഗവാൻ കുടുംബറാവുവിനോട് പറഞ്ഞു, ഗുപ്തയ്ക്ക് കമ്പി സന്ദേശം അയക്കൂ, വലതു കണ്ണിന് ശസ്ത്രക്രിയ ചെയ്തു കൊള്ളാനും പറയൂ. ആ സന്ദേശം കിട്ടിയത് ഗുപ്തയുടെ കയ്യിൽ തന്നെ. അന്ധനെന്ന് ഓർക്കാതെ കമ്പി സന്ദേശം വായിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. ഇടതു കണ്ണിൽ കണ്ണുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹ വചസ്സുകൾ വായിച്ചു. അപ്പോഴാണ് തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത് ഗുപ്ത മനസ്സിലാക്കുന്നത് തന്നെ. വീട്ടുകാർ അത്ഭുതപ്പെട്ടുപോയി. ആശുപത്രിയിലെത്തി. ഡോക്ടർമാർ വിസ്മയിച്ചു. കാഴ്ചയില്ലാത്ത വലതു കണ്ണിന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവർ ശസ്ത്രക്രിയ ചെയ്തു. ആ കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി. ഗുപ്തയുടെ മനോനില ഊഹിക്കുന്നത് തന്നെ നന്ന്. എല്ലാം കഴിഞ്ഞ് ഗുപ്ത പാർട്ടിയിലെത്തി. ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അരുളി, നോക്കൂ, 6 വർഷമായി ഇവൻ അന്ധരായിരുന്നു. ഇവനെ പ്രാരബ്ധം പിടിച്ചു കുലുക്കി. പക്ഷെ ഒരിക്കൽ പോലും സ്വാമിയുടെ കൃപയിൽ ഗുപ്ത സംശയിച്ചില്ല. ഉറച്ച വിശ്വാസത്തോടെ കർമ്മഫലങ്ങളെ നേരിട്ടു. നാമസ്മരണയും മാനവസേവയും കഴിയുന്നത്ര ചെയ്തു. ആ തപസ്സിനാൽ അവന്റെ പ്രാരബ്ധം ദഹിച്ചു തീർന്നു. ഒരു ജന്മം മുഴുവനും അനുഭവിക്കേണ്ട ദുരിതം അവസാനിച്ചു. തൃക്കര ചലനത്താൽ ഒരു മോതിരം സൃഷ്ടിച്ച് ഗുപ്തയെ അണിയിച്ചുകൊണ്ട് ഭഗവാൻ അരുളി, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മോതിരത്തിലൂടെ എന്നെ കാണാനാകും. ഞാൻ അപ്പോൾ എവിടെയാണെന്ന് അറിയാനും കഴിയും. ഓം തത് സത്ത്.